സോറി, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇമോഷനാക്കി കളയും. സീരിയസ്ലി പറ്റില്ല, കണ്ടിരിക്കാൻ പറ്റും, പറയാൻ വാക്കുകളില്ല. ആൻഡ് പൃഥ്വിരാജ്, ഹാറ്റ്സ് ഓഫ് ടു ഹിം. അറിയില്ല, ഇനി നിങ്ങൾ ഓരോരുത്തരും കണ്ട് അനുഭവിച്ച് അറിയേണ്ട ഒരു വിസ്മയമാണ് ഈ ആടുജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല നജീബിൻ്റെ ദ റിയൽ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി നമ്മളെ ഇത്രയധികം ഇമോഷണലായിട്ട് ക്യാരക്ടർ നമ്മൾ ഇമേഴ്സായി ഇടയ്ക്ക് വെച്ചാൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ പറ്റിയല്ല, നജീബാണ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു. അത്രയ്ക്കും നല്ല ആക്ടിങ് ആയിരുന്നു. കരയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് വെച്ച് പൊട്ടിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ. പിന്നെ സെക്കൻഡ് ഹാഫാണ് എനിക്ക് സെക്കൻഡ് ഹാഫാണ് പിന്നെയും ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് എന്താ പറയുക, ഫുൾ നമുക്ക് കരഞ്ഞു പോകും ശരിക്കും അത് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കാറ് ട്രൂ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കൊടുത്തെങ്കിലും അതിൻ്റെ അപ്പുറമാണ് സാറിൻ്റെ ഡയറക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ രാജേട്ടൻ്റെ ട്രാൻസ്ഫോർമേഷൻ